മോർണിംഗ്. ഞങ്ങളിപ്പം ഇന്നിപ്പോ രാവിലെ തന്നെ ലോഡ് കിട്ടി. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാം. ഏതാടാ? വൈഭവ് ലക്ഷ്മി ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്ന 2 കമ്പനികളുണ്ട്. അവിടെ തന്നെ ടെക്സ്റ്റൈൽസ് ആണ്. എന്താ ഗുജറാത്തിലെ ഗോതമ്പ് വയ്ക്കുന്നുണ്ടോ? മൊത്തം വെള്ളം കയറി നിൽക്കുമല്ലോ. മൊത്തം വെള്ളത്തിലാണ്. എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ. ഇല്ലടാ, ഇവിടുന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ. മൊത്തത്തിൽ വെള്ളം കയറി നിൽക്കുവാണ്. മഴ കാരണം ഒരു രക്ഷയില്ല. രാവിലെ തന്നെ മഴയാണ്. പാടെല്ലാം വെള്ളമാണ്, വെള്ളത്തിൽ നിൽക്കുവാണ്. 2 സൈഡിലും ഗോതമ്പല്ലടാ. 2 സൈഡിലും ഗോതമ്പ്. രാവിലത്തെ ആ മഴ, ചെറിയ ചാറ്റൽ മഴ അതിൻ്റെ കൂടെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. പറ്റുന്നുണ്ടോ കാണാൻ? ക്ലിയർ ആവുന്നുണ്ടോ? ചാൻസ് കുറവാണ്. ക്ലിയറാണ്. മഴ കാരണം ഒരു രക്ഷയില്ല. മൊത്തം വെള്ളം കയറി നിൽക്കുകയാണ്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാനൊരു രക്ഷയുണ്ട്. ടാങ്ക് വരെ ഓവർഫ്ലോ ചെയ്തോണ്ടിരിക്കും വെള്ളം. കമ്പനിയിലേക്ക് എത്തുന്നിടം വരെയുള്ള വീഡിയോ ആണ്. ലോഡ് കയറ്റുന്ന വീഡിയോ ഞാൻ ചാൻസ് കുറവാണ്. പുതിയ റോഡിന്റെ പണി നടക്കും. ഒരു രക്ഷയില്ല. മഴയാണ് നമ്മുടെ എല്ലാവർക്കും. ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി സൂറത്ത് എണ്ണാൽ മതി എന്ന് പറഞ്ഞു. സൂറത്ത് എണ്ണ കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കുളിക്കാനും എല്ലാത്തിനും തുണി അലക്കാനും എല്ലാത്തിനും ഒരു സൗകര്യം. നമുക്ക് അവിടുന്ന് തുണി കലക്കിയിട്ട് പോയാൽ മതി. അദ്വാനിയുടെ CNG ഉണ്ടോ? അദ്വാനിയുടെ CNG. അദ്വാനി CNG കുറച്ച് ലക്ഷറി വണ്ടികളാണല്ലോ. മാരുതി സുസുക്കി, ഹോണ്ട വഴി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട വഴിയും പ്രതീക്ഷിക്കാതെ കുഴിയൊന്ന് വീഴുന്നത്. ഗുജറാത്തിലൊക്കെ അടിപൊളി വഴിയാണ്. അവിടെയാണെന്നല്ല അവന്മാർ കൊള്ളുകയില്ല. ആദ്യത്തെ 4 ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വഴി മെയിൻ്റെനൻസ് ഇല്ല. ഒരു ട്രക്ക് പാർക്കിംഗ് ഏരിയ. ചായ കുടിക്കണമെന്നുണ്ട്. എന്നാ ചെയ്യും? മഴ കാരണം ചായ പോലും കുടിക്കാൻ നിർത്താൻ പറ്റും. നമ്മളെ മറ്റേ അരവിന്ദിലേക്ക് തിരിഞ്ഞ വഴിയില്ലേ? അന്ന് ചായ പോയ വഴിക്ക് ചായ നമ്മൾ അന്ന് നിർത്തിയ കടയിൽ അങ്ങ് നിർത്താം. നല്ല ചായ. മഴ ഇങ്ങനെ എന്താ വെള്ളം കയറി നിൽക്കുന്നത്? എല്ലാം വെള്ളം കയറി നിൽക്കുക. അത് ആ സൈഡ് നോക്കിയാൽ ചിലപ്പോൾ കാണാമായിരിക്കും. വെള്ളമാണ്. നല്ല മഴ പെയ്തോണ്ട് നല്ല മഴ പെയ്യാണ്. നല്ല മഴ. ടൗണിലേക്ക് പോകുന്ന വഴികൾ ഫുള്ള് വെള്ളത്തിലാണ്. എല്ലാം വെള്ളമാണ്. വെള്ളം തന്നെയാണ് അവസ്ഥ. ഇതെല്ലാം മഴ പെയ്യുന്നുണ്ട്. ക്ലബിൻ്റെ
കണ്ടില്ലേ വെള്ളം കയറി? അതെ അല്ലേ, ഇവിടെ അവധിയും ഇല്ല ഒന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കാര്യങ്ങളെല്ലാം പൊക്കത്തിലും ബാക്കി എല്ലായിടും താഴ്ന്ന. അതെ, നമ്മളിന്നലെ ചിക്കൻ മേടിക്കാൻ പോയ കടയില്ലേ, ആ കട ഒന്നും പൊട്ടിലിട്ടോ ഒന്നുമില്ല, വെറും തറയിലാണ് അത് നിർത്തിയിരിക്കുന്നത്. ഒരു സിമന്റ് തറയോ ഒന്നുമില്ല, എന്നിട്ട് അത് വെള്ളം കയറിയിട്ടില്ല അവിടെ. പിടിച്ചിരുന്നില്ലെങ്കിലുണ്ടല്ലേ, മൂക്ക് പൊട്ടി ചോര വരും. നല്ല വഴിയല്ലേ, അതുകൊണ്ടാണ്. രണ്ടാമത്തെ ടോളാണ്. ഈ ടോള് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 കിലോമീറ്റർ കൂടെ പോയി കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് തരുതാ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്ന എൽപ്പ് ഇടിച്ചതാണോ ആ വണ്ടിക്ക് തിരിച്ചോളാം. ഇങ്ങനെ പുറകിലിട്ടിടിച്ച പുറകിലാണോ ഫ്രണ്ടിലാണോ മാത്രം കൊടുക്കുക. വോട്ട് തിളപ്പാണ്. ഫോട്ടോ കാണാൻ അതിലെ കൂടെ വിളിക്കും. രണ്ട് ലൈനേ അമ്മ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, ഒരെണ്ണം അടച്ചു വെച്ചേക്കണ്ട, ആ വഴി അടച്ചു വെച്ചേക്കും. അത് അടച്ചു വെച്ചില്ലെങ്കിൽ അതിലെ വണ്ടി പോയി. അത് ഈ മഴ കാരണം ബ്ലോക്ക് കൂടുതലാണ്. എനിക്കും പറഞ്ഞ് ഇന്നലെ ഇന്നൊക്കെയാണടാ ഈ വണ്ടി പോകാൻ തുടങ്ങി. ഇത്രയും ദിവസം ലോറി വല്ലതും ഓടുന്നുണ്ടായിരുന്നു, ട്രക്കുകൾ വല്ലതും ഓടുന്നുണ്ടായിരുന്നു, ഒന്നും ഓടുന്നില്ലായിരുന്നു. ആ പൗസ് മഴയില്ലായിരുന്നെങ്കിൽ നല്ല തെളിഞ്ഞു നിന്നാണ് എടുക്കാൻ. പാർക്കിംഗ് ഏരിയ വെള്ളത്തിലാണ്. ഫുള്ള് വെള്ളത്തിലാണ്, വെള്ളം കയറി കിടക്കാണ്. മഴയത്ത് കയറി വെള്ളമാണ്, മുഴുവൻ വെള്ളമാണ്. ബിൽഡിങ്ങിന്റെ അപ്പുറം മുഴുവൻ വെള്ളമാണ്. ബിൽഡിങ്ങിന്റെ ആ സൈഡ് മുഴുവൻ വെള്ളം കയറി കിടക്കുക. ഇത് മുഴുവൻ ഇവിടെ ഉണ്ട് അല്ലേ? ഈ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ, അമ്പാരച്ചില്ലുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. മഴ കാരണം എല്ലാവരും കഷ്ടപ്പെടുകയാണ്, ജോലിക്ക് പോകാനും എല്ലാത്തിനും. റോഡൊക്കെ ഈ പെയ്യുന്ന മഴ കാരണമല്ലേ ഇങ്ങോട്ടേ ഏതെങ്കിലും ഒരു സൈഡ് കെട്ടിക്കിടക്കും. ആകെ ഒരു മൂടൽമഞ്ഞിന്റെ അന്തരീക്ഷമാണ് മൊത്തത്തില്. ദൈവത്തിനെ അറിയാം. വെള്ളം കയറി കിടക്കുന്നു, മൊത്തം വെള്ളം കയറി കിടക്കും ഇവിടെ. അത് കാണാൻ അത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എങ്ങനെയായാലും ഒന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് എങ്ങനെയാ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഇതുപോലെ മഴയാ. കഴിഞ്ഞ 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാ. 6 ദിവസമായല്ലോ. 6 ദിവസമായി. നമ്മള്
6-7 ദിവസമായി നമ്മള് വന്നിട്ട്. സൂറത്തിൽ നിന്ന് തുടങ്ങിയ മഴയല്ലേ, അതായത് വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാ അല്ലേ? വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാണ്. ഇന്നിപ്പം ബുധൻ വ്യാഴം എന്തോ ആയി, വ്യാഴാഴ്ച. ഇതുവരെ മഴ തോർന്നിട്ടില്ല ഞങ്ങൾ വന്ന മഴയിലൊന്നും. അപ്പോ അതാണ് നമുക്ക് സംഭവം. ചവിട്ടാൻ പറ്റില്ല, മഴ. ഹൈവേകളിലാണ് ഹമ്പ് വെച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേ ആണിത്. സർദാർ പട്ടേൽ ബൈപ്പാസ്. അഹമ്മദാബാദ് ടൗണിൽ കയറാതെ പോകാനുള്ള ബൈപ്പാസ് റിംഗ് റോഡുകളാണ്. ഇപ്പൊ ഭോപ്പാലിന് പോകാൻ നേരെ പോയാൽ ഈ വഴി തന്നെ നേരെ പോയാൽ ഭോപ്പാൽ വരും. ഭോപ്പാൽ തന്നെയാണത്. ആദ്യം വിഷവായു അപകടം ഉണ്ടായി ഭോപ്പാലിലാണ്. മറ്റേ ഒരു പ്ലാന്റ് വായിച്ചായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ ഭോപ്പാലിൽ ഏറ്റവും ഒരു നാട് കൂടെ ഇല്ലാതായി രാഷ്ട്രീയം. നെറ്റ് സർവീസ് ടൗണെന്നോ ഒന്നും നമുക്ക് മനസ്സിലായില്ല, അറിയില്ല. നല്ല മഴയാട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, ഒരു രക്ഷയും ഇല്ല. എൻ്റെ പൊന്നു ഗുരുവേ, ഇവിടെ കാണുന്നതൊക്കെ സയൻസ് സിറ്റിയാട്ടോ. ഗുജറാത്തിലെ സയൻസ് സിറ്റിയാണ്. അതുകൊണ്ടൊക്കെ വാന നിരീക്ഷണവും ആ ബിൽഡിങ് കാണുന്ന വാന നിരീക്ഷണത്തിന്റെ ബിൽഡിങ്ങാണ്. ഗ്ലോബൊക്കെ വാന നിരീക്ഷണത്തിന്റെ ബിൽഡിങ്ങാണ്. ഇതൊക്കെ എന്തോ സയൻസിന്റെ എന്തോ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ എന്താന്ന് നമുക്കറിയത്തില്ല. അതെല്ലാം സയൻസ് സംബന്ധമായാണ് വാന നിരീക്ഷണം. ആ വലിയ ബിൽഡിംഗ് കാണുന്ന എല്ലാം തന്നെയാണ്. ഇതൊരു ഗ്ലോബൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. കാണിക്കണമെന്ന് തോന്നി ഞാനത്. വലിയൊരു ഗ്ലോബ് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സയൻസിന്റെ എന്തോ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കോ ഇങ്ങനെയൊക്കെയാണ് സംഭവം. വലിയ സാധനങ്ങൾ അവിടെ ഉണ്ട്. പോയി നോക്കാനുള്ള അവസ്ഥയിലല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അമ്പാരച്ചുംബികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. മൊത്തം ഭയങ്കര ഒരു മോശം കാലാവസ്ഥയാണെന്ന്. ആകാശമൊക്കെ നിൽക്കുന്ന ഒരു ഒന്നും കാണത്തില്ല. വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല, തീരെ ഇല്ല. അത്രയും കോടയും മഴയെല്ലാം കൂടെ കയറിയിട്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുക. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഒരു 10-20 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട്. ഏകദേശം 10 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട്. കഴിഞ്ഞ ദിവസം പോയ കമ്പനിയിലേക്ക് പോകുന്ന അതേ വഴി തന്നെയാണ്. ലോഡ് ഇറക്കാൻ പോയില്ലേ നമ്മൾ തിരുപ്പൂരുന്നോണ്ട്, അതേ വഴി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ കമ്പനിയുടെ ആ കമ്പനി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ വൈഭവ ലക്ഷ്മി ഇൻഫ്രാസ്ട്രക്ചർ ടെക്സ്റ്റൈൽസ്, അങ്ങനെയാ സകല മേഖലയിലും ഉള്ളൊരു കമ്പനിയാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടേ. അതെ, ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയണ്ടേ, നമുക്കറിയത്തില്ല, കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇനി അതേ കമ്പനി തന്നെയാണോ എന്നും അറിയത്തില്ല, ചെല്ലുമ്പോൾ അറിയാം. നമ്മൾ പാർക്കിംഗ് നിന്നൊരു 46 കിലോമീറ്റർ ആയിരുന്നു നോക്കിയപ്പോൾ കണ്ടേ. പക്ഷെ അതാണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതാ തോന്നുന്നു കേട്ടോ. കയറി നിൽക്കുന്ന കേട്ടോ, വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചകളാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും തോന്നില്ല. ഈ കണ്ടിന്യൂസ് മഴ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മഴയിനേക്കാളും ഒരുമാതിരി വൃത്തികെട്ട മഴയല്ലടാ. വൃത്തികെട്ട മഴയാണ്. ഭയങ്കര ശക്തിയാ. ചില സമയത്ത് നല്ല ശക്തിയായിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ചാറ് നിൽക്കും. മെനക്കേടാ. നമുക്ക് വണ്ടിയുടെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. വണ്ടിയിൽ നിന്നൊന്ന് ചുമ്മാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പോലും പറ്റില്ല. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ 4 ദിവസം കൂടി ഇന്നലെ മാത്രം ഒന്ന് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് വെളിയിൽ ഇറങ്ങി നടക്കുകയോ എന്തായാലും ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുൾ ടൈം വണ്ടിയിൽ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. അതുപോലെ മഴയായിരുന്നു. ഗുജറാത്ത് നോക്കി. ഞങ്ങൾ അരവിന്ദ് കമ്പനിയിലേക്കുള്ള വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ വെള്ളമാണ് മുഴുവൻ. കാട് പിടിച്ച് കിടക്കുകയാണ്. എയർഫോഴ്സിന്റെ ക്യാമ്പിന്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. എയർഫോഴ്സ് ഓഫീസ്, ക്യാമ്പല്ല, എയർഫോഴ്സ് സ്റ്റേഷൻ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വടംവൂര്. ഒരു ഹോട്ടലാണ് ഉണ്ടാവുക അല്ലേ? എൻട്രൻസ് മാത്രമേ ഉള്ളൂ, ഉള്ളിലാണ്. നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷി സങ്കേതോ അങ്ങനെ എന്തോ സംഭവം ഫോറസ്റ്റിന്റെ എന്തോ സംഭവം എന്നാണ് നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണ്ട. എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് സ്റ്റാർട്ടിംഗ് ആണ്. എയർഫോഴ്സിന്റെ എയർഫോഴ്സ് സ്റ്റേഷൻ സ്റ്റാർട്ടിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ടിംഗ്. വൃത്തിയുമില്ല. പരിസരത്തൊന്നും നമുക്ക് ചവിട്ടാനേ തോന്നില്ല. ഇത് ഇവിടുത്തെ ഒരു മന്ദിരമാണ്. വയൽ പാടത്തിന്റെ സൈഡിലായിട്ട് എയർഫോഴ്സിന്റെ ഏതോ അണ്ണനാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലുള്ള ഏതോ ഉദ്യോഗസ്ഥനാണ്. നമുക്ക് ഹായിയൊക്കെ തന്നാ കിട്ടേ വണ്ടി കണ്ടപ്പോഴത്തേന്. നമ്മൾ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മിലിറ്ററിയുടെ നേവിയുടെ ക്യാമ്പാണ്, നേവി സ്റ്റേഷനാണ് ഈ കാണുന്നത്. നല്ല ദൂരത്ത് കിടപ്പുണ്ട്. ചെറിയൊരു ജെറ്റ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയില്ല. ജെറ്റ് അല്ല, പഴയ മറ്റേ ഇതില്ലേ, അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ പാല് മാത്രം കാണാം. ഉണ്ട്, സംഭവം ഉണ്ട് അവിടെ. ഉള്ളിൽ കയറാൻ കഴിയില്ല. സ്റ്റേഷൻ വടസറിലെ ആട്ടോ, വടവാവൂരല്ല, വടസർ. അതിന്റെ ഉള്ളിൽ കയറിയ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം, പക്ഷെ നമ്മളെ കയറ്റി വിടില്ലല്ലോ. അതാണ് അതിന്റെ മെയിൻ എൻട്രൻസ്. ഇന്ത്യൻ എയർഫോഴ്സ് എന്നും പറഞ്ഞൊരു എയർഫോഴ്സ് സ്റ്റേഷൻ വടസർ. ഇതൊക്കെ അവിടുത്തെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സാണ്.
ക്യാമ്പാട്ടോ, വലിയ ക്യാമ്പെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ക്യാമ്പാണ്. ഈ സൈഡ് മുഴുവൻ ക്വാർട്ടേഴ്സുകളാണ്, ഓഫീസും അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു അതിൻ്റെ ക്യാമ്പും എയർപോർട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൽ ഇങ്ങനെ പശുക്കളും കാളകളും ഇങ്ങനെ ഇറങ്ങി നിൽക്കും. നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര ഹോൺ അടിച്ചാലും മാറുകയല്ല. അറിയാലൊന്നല്ലേ, ഞാനിതിൻ്റെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പൈസയും കൊടുക്കാം. പൈസ അല്ല, നമ്മളെ ജീവനോട് വിട്ടാൽ തല്ലിക്കൊല്ലും. ഒരു ദൈവമായിട്ട് കാണുന്ന സ്ഥലമാണ്. ആ സ്ഥലം മുഴുവൻ വെള്ളത്തിലാണ്. ചതുപ്പ് സ്ഥലങ്ങളാണ്, ചതുപ്പ് സ്ഥലമാണ്, ഫുള്ള് വെള്ളത്തിലാണ്. നല്ലത് ഇവിടെയൊക്കെ വെള്ളമാണ്. ഈ വടക്കത് മുഴുവൻ മിലിറ്ററി ബേസാണ്. ഇത് എയർപോർട്ടിന്റെ മിലിറ്ററി ബേസാണ് ഇത് മുഴുവൻ. ഇത് അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ള ഏരിയയാണ്. വടക്കറിലേക്ക് റൈറ്റ് പോകണം. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകും. വടക്കറിലേക്ക് റൈറ്റ് ആണ്. റൈറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ മിലിറ്ററി ഉദ്യോഗസ്ഥനെ കണ്ടതിൻ്റെ കൈ കാണിക്കാം. ഇത് ഒരു മന്ത്രമാണ്. 3 കിലോമീറ്ററോളം അങ്ങനെ അമ്പലമുണ്ട്. ദേവീ ക്ഷേത്രമാണ്. ഭദ്രകാളിയാണ്. ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. ഇവിടെ ദേവിയൊക്കെയാണ് ഇങ്ങനെ മിലിറ്ററി നേവി സ്കൂളാണ്. സ്കൂളൊക്കെ പഠിക്കുന്ന എയർഫോഴ്സിൻ്റെ സ്കൂളാണ്. വിവേകാനന്ദൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. വിവേകാനന്ദൻ അതുപോലെ തന്നെ നമ്മുടെ മൺമറഞ്ഞ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അരവിന്ദ് കമ്പനി പോയപ്പോഴത്തേനെ അതിൻ്റെ അകത്ത് എത്ര മെസ് ഉണ്ടായിരുന്നു, എത്ര ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. മിസൈലിൻ്റെ പടമൊക്കെ മിലിറ്ററിനെ കുറിച്ച് കാണാനും കേൾക്കാനും പഠിക്കാനും ഉള്ള സ്റ്റോറി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ മിലിറ്ററിയുടെ എംബ്ലം വെച്ചേക്കുന്നുണ്ടോ, നേവിയുടെ ഫ്ലൈയിങ് ഗരുഡൻ. ഫ്ലൈയിങ് ഗരുഡൻ അതാണ് മിലിറ്ററിയുടെ എംബ്ലം. ഇങ്ങോട്ട് ഇപ്പൊ ഈ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുഴുവൻ അരവിന്ദ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏരിയസ് ആണ്. മിലിറ്ററിയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മുഴുവൻ അരവിന്ദ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥലങ്ങളാണ്. ആ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ടുപേരും. അങ്ങ് ദൂരെ കാണുന്ന കമ്പനിയാണ്. അങ്ങ് ദൂരെ കാണുന്ന അതിലാണെന്ന് തോന്നുന്നു. അരവിന്ദ് കമ്പനിയാണ്. കിട്ടുമെന്നറിയില്ല. പോക് പോലെ ഇങ്ങനെ നിൽക്കാണ്. അരവിന്ദ് എന്ന് പറയുന്ന വിചാരിക്കും ഇതൊരു കുളമായിരിക്കുന്നതാണ് വിചാരിക്കും. വെള്ളം കയറിയിട്ടേ മുഴുവൻ വെള്ളം കേട്ടോ, കുളമല്ല. നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും വെള്ളം ഇപ്പം വെള്ളത്തിന്റെ ലെവല് വ്യത്യാസമാണ്. അതാ നമ്മൾ തിരിച്ചു പോകുന്ന എല്ലാം വെള്ളമായിട്ട്. എന്നാ വെച്ചാൽ മണ്ണിട്ട് പൊക്കിയേക്കുന്ന ഒരു സ്ഥലമാണ്. പഴയ എന്താ പറയാ കൃഷി സ്ഥലങ്ങളായിരുന്നു. കാണുമ്പോഴറിയാം മണ്ണിട്ട് ഇങ്ങനെ പൊക്കി നിർത്തിയേക്കുന്നതാണ്. അതിന്റെ മുകളിലാണ് ഈ കാണുന്നത് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലെങ്ങാണ്ട് ഒരു പാടം നിർത്തി അപ്പോഴും ഉണ്ട് പൊടി കുത്തും. ഇവിടെ ചതുപ്പിലാണ് ആ ബിൽഡിംഗ് കെട്ടി. അതിനെല്ലാം ചതുപ്പാണ്. ചതുപ്പ് സ്ഥലമായിരുന്നു. പക്ഷെ രണ്ട് സൈഡും വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. ചവറുകൾ വൃത്തിയില്ലാത്ത, നമുക്ക് ഇറങ്ങി നിൽക്കാൻ തോന്നുകയല്ല. കാര്യം പറഞ്ഞാൽ നല്ല റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വൃത്തി എന്ന് പറയുന്ന സാധനം തൊട്ട് വേണ്ടിയിട്ടില്ല. പ്ലാസ്റ്റിക്കുകളാണെങ്കിലും വേസ്റ്റുകളാണെങ്കിലും എല്ലാം റോഡിന്റെ റോട്ടിലുമായിട്ട് ചുമ്മാ വലിച്ചെറിഞ്ഞിട്ട് കാല് ശരിക്കും നമുക്ക് നിലത്ത് ചവിട്ടാൻ പറ്റും. ചെരുപ്പിട്ടുകൊണ്ട് ചവിട്ടാൻ നമുക്കറിയും.
അതെ. മഴയും കൂടെ പെയ്ത തീരും. വളരെ പതുക്കെ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതുവരെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അതല്ല, ആൾക്കാർ വഴിയിൽ നിന്ന് മാറത്തില്ല. അതെ, അതല്ല, നമുക്ക് ലൊക്കേഷൻ കിട്ടാൻ നമുക്ക് കമ്പനി ഏതാന്ന് ഇതുവരെ അറിയത്തില്ല. നമ്മൾ ആ കമ്പനിയുടെ പേരടിച്ച് നോക്കുമ്പോഴത്തേനും ഒത്തിരി കാണിക്കുന്നുണ്ട്. അതിൽ ഏത് കമ്പനിയിൽ പോകണമെന്ന് അറിയത്തില്ല. ഒത്തിരി വിഭാഗങ്ങൾ ഉണ്ടാവില്ല. അതിൽ ഏതിലേക്ക് പോകണമെന്ന് അറിയത്തില്ല. എല്ലാം ന്യായമായിട്ട് ദൂരവ്യത്യാസം കാണിക്കുന്നുണ്ട്. ഏതാ ഇപ്പൊ അയക്കുമായിരിക്കും. അയാളുടെ ഇല്ലത് സംഭവം. കമ്പനി ഓപ്പൺ ചെയ്യണോല്ലോ, അതായിരിക്കും. ഇതാണ് അരവിന്ദിന്റെ ഒന്നാമത്തെ കയറ്റിയത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഉണ്ടെന്നറിയോ, അരവിന്ദ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിൽ ഇന്ന് 400 സംതിങ് ആയിരിക്കണം. ഒരു സ്റ്റോക്കിന് ഏകദേശം 400 രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ അരവിന്ദ് എന്ന കമ്പനിയുടെ ഒരു സ്റ്റോക്കിന് 404 അത്രയെങ്ങാണ്ട് വരുന്നുണ്ട്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ. ഇന്നിപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല, നോക്കണം. ഇവിടെ നല്ലൊരു കമ്പനിയാണ്. അവരുടെ ഒരു അടുത്ത ഒരു കമ്പനി ഇങ്ങനെ അങ്ങ് പോകുന്നു. അരവിന്ദ് ലിമിറ്റഡ് എന്ന് പറയുന്നതൊന്നും അങ്ങനെ പോകുന്നു. ഇതിപ്പോൾ അരവിന്ദ് ലിമിറ്റഡിന്റെ ടെക്സ്റ്റൈൽ പാർക്കാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് ടെക്സ്റ്റൈലിന്റെ ഒരു കാര്യങ്ങളോ നോക്കുന്നത്. ടെക്സ്റ്റൈൽ പാർക്ക് എന്ന് പറയുന്നത് ഭാവമാണ്. ഇപ്പുറത്തോട്ടുണ്ട് നമ്മുടെ കോട്ടം മില്ല് സംഭവങ്ങളായ ഈ ലെഫ്റ്റ് സൈഡിലാണ്. അത് നൂലുണ്ടാക്കുന്നതും തുണികൾ നെയ്യുന്നതും ഏതാണ്. അതാണ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ. അവിടെ ചെയ്യുന്നുണ്ട്. നൂല് നിർമ്മിച്ച് നൂലുണ്ടാക്കി അത് നെയ്ത് അവസ്ഥകൾ കണ്ടതാ കണ്ട. നമുക്ക് ഇറങ്ങി നിൽക്കാനേ തോന്നില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇവിടെയൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം പിടിക്കും. കൊതുകുത്തിയോ എന്തെങ്കിലും ആയിട്ട് ഈച്ച വന്നിരുന്നോ. കമ്പനിയുടെ മുന്നിലത്തെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലൊരു കമ്പനി ഇതേപോലെ ഒരിക്കലും കിടക്കില്ല. ഇതേപോലെ ഒരിക്കലും ഇതുണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിപ്പോ 2 ദിവസം മുന്നേ ലോഡിറക്കിയത് ഇതിനകത്തായിരുന്നു. ഇതൊരു ടൗൺ അല്ല. അരവിന്ദ് കമ്പനിയുടെ ഫ്രണ്ടിലേക്ക് അവിടെ നാളെ ഇറക്കാൻ കമ്പനിയിലേക്ക് വരുന്ന സ്റ്റാഫിന്റെ ബഹളമാണ്. കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്ത് രാവിലെ ഈ കമ്പനികളുടെ സ്റ്റാഫുകൾ മാത്രമല്ലേ. അപ്പൊ ഒന്ന് ചിന്തിച്ചോണം, ആ കമ്പനിയുടെ വലിപ്പം എന്തോരം ഉണ്ടോ. ടേണാന്നറിയാമോ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് കമ്പനിയിലേക്ക്? ഓരോ സെക്ഷനിലും 1000 പേർക്ക് മുകളിൽ ഇറങ്ങി പോകുന്നല്ലേ. അതെ, ആള് ഇറങ്ങി പോകുന്നു, അതനുസരിച്ച് ആള് കേറുന്നുണ്ട്. കമ്പനിയുടെ ഫ്രണ്ട് ഒരു ബസ് സ്റ്റാൻഡ് ആയിട്ട് മാറ്റിയേക്കും അവര്. കാരണം അത്രയും ആൾക്കാർ വരുന്നുണ്ട് അവിടെ. ഒരു മനുഷ്യൻ റോട്ടിൽ നിന്ന് മാറിത്തരുമെന്ന് ഇങ്ങനെ കൊണ്ടേയിരിക്കും. എല്ലാ കമ്പനിയിൽ നിന്ന് പോകുന്ന സ്റ്റാഫുകളാട്ടോ, വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല. സ്റ്റാഫുകളാണ് ഇത് കൂടുതൽ. നമ്മളെ എവിടെ എത്തിയെന്നൊരു ഇവിടുത്തെ ഇവിടെ നിന്ന് നേരെ തന്നെയാണ്. ഗുജറാത്തിലെ KSRTC ആണ്. ഹിന്ദിയിലാണോ മലയാളത്തിലാണോ? ഗുജറാത്തി ഭാഷയിലാണ് ഒരു കൂടുതൽ. ഭാഷയാണപ്പോ വണ്ടികൾ വരുന്നുണ്ട്. അത് ബ്ലോക്കാണ്. ഡീവിയേഷൻ എന്ന് എഴുതി വെച്ചേക്കുക. ഡീവിയേഷൻ എന്നാ എഴുതി വെച്ചേക്കുന്നേ. പക്ഷെ അത് ഒരു അവരുടെ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജിൽ മാത്രമാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ റഡാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇപ്പം റഡാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് കണ്ടതാണ്, അന്നേരം നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്താൽ. ഇതുണ്ടോ കാണുന്നതിൻ്റെ മുകളിൽ ഒരു റഡാർ വർക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ, ആ മരം കാരണം ഒന്നും കാണത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ റഡാർ സ്റ്റേഷനാണ്. അത് മിലിറ്ററി ബേസാണ് കേട്ടോ. ഇതെടുത്ത അവിടെ റഡാർ സ്റ്റേഷൻ. ഇതെന്താണ്? ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അടുത്ത സ്റ്റേഷനാണ് കേട്ടോ.
റഡാർ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. കാണാമായിരിക്കണം. ഞങ്ങൾ ചെല്ലുമ്പോ ചിലപ്പോ കാര്യം പറഞ്ഞാൽ ഇതൊന്നും വീഡിയോ ഇടാൻ പാടില്ല. അവരെ കണ്ടാ നമ്മളെ വളഞ്ഞിട്ട് പിടിക്കും. കണ്ടപ്പോ ഒരു കൗതുകം. അതിന്റെ അത്ര എയർപോർട്ടിൽ വെൽ സെക്യൂർഡ് ആണ്. ഫുള്ള് കാട് പോലെയാണ്, കാണാൻ കാണുന്നില്ല. ഇജാപ്പൂരല്ല കാടാണ് ശരിക്കും പറഞ്ഞ. കാടിന്റെ നടുവിലാണ് ഒരുപാട് സൈഡ് കാണാൻ. ഉറക്കം വന്നിട്ടാണ് കാണത്തില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോ കാണാമായിരുന്നു. അതിന് മറഞ്ഞിട്ട് അതിന് കാണാൻ പറ്റുന്നില്ല. വഴി മുഴുവൻ വെള്ളം കയറിയിട്ട് വഴി തിരിച്ചു വിടുക കേട്ടോ. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുവാണ്. മൊത്തം ഇതാണ് അവസ്ഥ. ഞങ്ങൾ പറഞ്ഞില്ലേ, മഴ കാരണം പോകുന്ന വഴിയൊക്കെ എങ്ങനെയാവും അറിയത്തില്ലെന്ന്. ഇത് ഉണ്ടോ, വെള്ളം കയറിയിട്ടേ ഒരു രക്ഷയില്ലാതെ നിൽക്കുമോ. ഇപ്പുറത്തെ സൈഡല്ല വെള്ളം കടല് പോലെ. അത് കായലല്ല കേട്ടോ, കാണുന്ന കായലൊന്നുമല്ല, വെള്ളം കയറി നിൽക്കുന്നതാണ്. ഉണ്ടോ, റോഡെല്ലാം വെള്ളത്തിലാണ്. വളരെ റിസ്കിയാണിപ്പോൾ സിറ്റുവേഷൻ. നമ്മൾ ഇവിടുന്ന് എങ്ങനെയും ഒന്ന് ലോഡ് എടുത്ത് ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്രയ്ക്ക് എഫക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കും തോറും നമ്മൾ ചിലപ്പോൾ ഇവിടെ പെടാൻ സാധ്യത കൂടുതലാണ്. കണ്ടോ വെള്ളത്തിൻ്റെ അവസ്ഥ. കമ്പനികളിലെല്ലാം ഏകദേശം വെള്ളം കയറിയ അവസ്ഥയാണ്. വന്ന് ഇടയ്ക്ക് കയറിയിട്ടേ ഒരു രക്ഷയില്ല. ഇതുണ്ടോ, കമ്പനിയിലെല്ലാം വെള്ളം കയറിയിട്ട് വണ്ടിയെല്ലാം നിർത്തിയിട്ടേക്ക്. ഒരു സൈഡ് മാത്രമല്ല, ഇത് ഈ സൈഡ് കണ്ടോ, രണ്ട് സൈഡും വെള്ളം കയറി നിറഞ്ഞിരിക്കുകയാണ്. എപ്പോൾ വേണേലും റോഡിലേക്ക് വെള്ളം എത്താം എന്നുള്ള ഒരു ലെവലിൽ നിൽക്കും. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. റോഡ് വരെ വെള്ളം എത്തി. തിരിച്ചു വരുമ്പം ഈ വഴിയിൽ വെള്ളം കയറിയാൽ നമ്മുടെ വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഊരിപ്പോരും. ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് വെള്ളം എന്തോ ന്യായമായിട്ടൊരു എങ്ങനെ പോയാലും ഒരു 3-4 അടി വെള്ളം പൊങ്ങിയാൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടുള്ളൂ. എന്നാലും പോരാം. നമുക്ക് എന്നാലും ഒരാൾ പൊക്കത്തിൽ വെള്ളം വന്നാൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. അതെ, അതുകൊണ്ട് നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ ആണെങ്കിലും മുകളിലാണ് ഇരിക്കുന്നത്, അപ്പോൾ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയമില്ല, വരുന്നില്ല. നമ്മളെങ്ങനെയും ഊരിപ്പോരും. പിന്നെ ഊരിപ്പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പ്ലാറ്റ്ഫോമിൻ്റെ ഒപ്പം വെള്ളം വരാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ സാധനം നനഞ്ഞു പോകും. അത് മണ്ണിൽ നിന്ന് പോവുകയല്ല, അകത്തിരിക്കുന്ന ലോഡ് നനയുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഹൈറ്റ് നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ഊരിയെടുത്തോണ്ട് പോരാം. റിസ്ക് എടുത്താണേലും നമ്മളന്നേരം പോരും. ഇവിടെ പെട്ട് കിടക്കുകയല്ല, എന്നാലും പേടിക്കണം. വെള്ളം എപ്പോഴാണ് കയറുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനുള്ള വഴിയാണ് നോക്കുന്നത്. ചിലപ്പോൾ ഈ ലോഡ് മൈസൂർക്കായിരിക്കും, ചിലപ്പോൾ തിരുപ്പൂർക്കായിരിക്കും. നേരത്തെ ഓടിയതെല്ലാം മൈസൂർക്കാണെന്നാണ് പറയുന്നത്. നമ്മളോട് പറഞ്ഞത് തിരുപ്പൂർക്കാണെന്നാണ് പറഞ്ഞത്. സിംഗിൾ ലോഡാണ്. അങ്ങനെ ആയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നേരെ തിരുപ്പൂരാണ്. മൈസൂരായാൽ പിന്നെ നമ്മൾ പെട്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ ഇറക്കിയിട്ട് പിന്നെ അവിടുന്ന് തിരുപ്പൂരിന് വേറെ ലോഡ് കിട്ടേണ്ടി വരും. ഒന്നെങ്കിൽ ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ബോംബെയോ ഏതെങ്കിലും വന്നിട്ടേ നമുക്ക് തിരുപ്പൂർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അതൊരു റിസ്ക്കാണ്. അപ്പം ഇതൊരു കനാലാണ്. കവാടം അതല്ലല്ല, അതുകൊണ്ട് ഇതൊരു കനാലാണ് കേട്ടോ. നോക്കിയേ ഇതിൻ്റെ അവസ്ഥ നോക്കി. പിന്നെ വലിയ കനാലാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിലെ ആറില്ല, പുഴ മാറി വയ്ക്കുക, അത്രയും വലിയൊരു കനാലാണ്. ഇത് എവിടുന്ന് വരുന്നതാണെന്നൊരു പിടുത്തമില്ല. കനാലിനെ കുറിച്ച് ഇതുണ്ടോ, ദേശാടന പക്ഷികളാണ്.
നോക്കിയേ. കൊച്ചി അതെ, ദേശാടന പക്ഷികളാണ്, അതിന് തീറ്റ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടാ ഓയിൽ ഡ്രില്ല് ചെയ്യുന്നുണ്ടോടാ. ഇതുണ്ട് പെട്രോളിയം ഖനനം ചെയ്യുന്നുണ്ട്. പെട്രോളിയം ഖനനം ചെയ്യുന്നത് കണ്ടാ, കണ്ടില്ലേ? അല്ലടാ, അത് പെട്രോളിയത്തിൻ്റെ ആടാ, ചെറിയ രീതിയിലേ ഉള്ളെന്നുള്ളൂ. ഇനി പെട്രോളിയം ആണോ ഇത് വെള്ളം എടുക്കുന്നതാണോ എന്ന് അറിയില്ല. വെള്ളത്തിൽ അല്ലല്ല, അതല്ല ഇത്. അത് ഒന്നെങ്കിൽ വെള്ളം മരിക്കുന്ന കൂട്ട് മറ്റേ ഓട്ടോമാറ്റഡ് സംഭവമാണ്. അത് സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് പെട്രോളിയം ഖനനം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്ന സാധനം. അതുപോലത്തെ എത്രയും വലുത് ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഇതെന്താ കമ്പനിന്നൊന്നും ഒരു പിടുത്തമില്ല. ഇതെന്തിൻ്റെ കമ്പനി ആയിരിക്കും? വലിയ കമ്പനിയാണ് കേട്ടോ. എന്താണ്? എൻകെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇതാ കവാടം. ഇതേതാ എന്തിൻ്റെയോ കമ്പനിയാണ്, എൻകെ ഇൻഡസ്ട്രീസ്. നമ്മൾ എത്താറായി കേട്ടോ. ഗടി എത്തിയടാ. എന്താ ഗടി നഗറാണ്. ഗടി നഗർ. ഓ, ഞാനും ഗുജറാത്തി ഭാഷയൊക്കെ പഠിച്ചോ? ഗടിയെന്ന് എഴുതിയേക്കുന്ന കേട്ടോ. മുകളിൽ താഴത്തെ ലെവലിൽ ഫസ്റ്റ് എഴുതിയേക്കുന്ന ഗടിയെന്ന. വണ്ടി കയറി വരുന്ന വഴിയെല്ലാം ഇവിടെ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളാണ് കൂടുതൽ കേട്ടോ. മുസ്ലിം പള്ളി നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല, ക്രിസ്ത്യൻ പള്ളിയും കണ്ടിട്ടില്ല. അമ്പലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കടി കുഞ്ഞു വെച്ച് വെള്ളം നേരെ പോയിട്ട് പിന്നെ ഈ കടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് അതെ ഞങ്ങള് കവാടം കഴിഞ്ഞ് ആ വഴി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കമ്പനിയുടെ അടുത്ത് വഴി ചോദിച്ചാ പോകുന്ന കേട്ടോ. നമ്മുടെ വേറെ കമ്പനിയിലൂടെ ഒരാളെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുന്നത്. വെള്ളമാണ്, ഇവിടെയും വെള്ളമാണ്. ഇതാണ് കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം വണ്ടിയുടെ ഇതെല്ലാം കൊടുത്ത് നമ്മൾ ചെന്ന് ഇതെല്ലാം കാട്ടയിട്ട് വെയിറ്റ് വിളിച്ചിട്ട് ഇവിടെ ഇതാണ് കേട്ടോ വൈവലക്ഷ്മി കമ്പനി. അരിയാണ്. ഹലോ, ഹൗ ആർ യു? അപ്പം നമ്മൾ ഇവിടെ വൈഭവ ലക്ഷ്മി മില്ല് നമ്മളിവിടെ ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടേക്കുവാണ്. അപ്പം കാട്ടല്ല, ഘടി എന്നാണ് പറയുന്നത്. വടസോറിൽ ഘടി എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. അപ്പം അവിടെയാണ് കമ്പനി. ഇച്ചിരി ഉള്ളേരിലേക്ക് കയറിയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. മഴ കാരണം ഞങ്ങൾ വെളിയിലിറങ്ങാതിരിക്കുവാണ്. ഇതുണ്ട്, വണ്ടി പിടിച്ച് ചാച്ച് കുത്തിയിട്ടേക്ക് ഉണ്ടോ, പിടിച്ചേക്കുവാണ്. അപ്പം ഇത് മില്ല് മഴ ഇപ്പം മഴയായിരുന്നു. ഇപ്പം മഴ കഴിഞ്ഞ് ഒന്ന് ശാന്തമായേക്കുന്ന ഭാഗമാണിത്. ഇതുണ്ടോ, വെള്ളം ഒഴുകി അതെല്ലാം വെള്ളക്കെട്ടാണോ, ഒരു രക്ഷയില്ല. അനീഷ് ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടിക്കകത്ത് തന്നെ ഇരിക്കും, ഒരു മാർഗ്ഗമില്ല. പോകുന്ന വഴിയെല്ലാം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലായിടത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്, അവിടെ ഇവിടെ എല്ലാം പൊങ്ങിയിട്ടുണ്ട്, പാലൊഴിച്ച് പോയിട്ടുണ്ട്. ഇതെല്ലാം ന്യൂസിൽ നമ്മളും കാണുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, പോകുന്ന വഴിക്കാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളും ആകെ ഒരു എന്താ പറയുക, പേടിച്ചാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നല്ലടാ. തിരിച്ച് നാട്ടിൽ എത്തണം എങ്ങനെയാലും, വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലിരിക്കുന്നു. എത്താതിരിക്കില്ല. പിന്നെ ഞങ്ങൾ എത്താതിരിക്കില്ല. എന്നാണെച്ചാലും എത്തും. വണ്ടി ഇവിടെ നിർത്തുന്നില്ലല്ലോ. അവനോടൊന്ന് ചോദിക്കണം, ഇത് എമർജൻസി ആണോ അതോ എങ്ങനെയാണെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അപ്പം അതൊരു വിഷയം കേട്ടോ. അത് ചോദിച്ചിട്ട് വേണം. അത് നമുക്ക് അവനോടും ചോദിക്കണം.
30-35 മണിക്കൂർ. അല്ല ഇങ്ങോട്ടൊന്നും നമ്മളിത്തിരി അർജന്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ലോയിലാണ് വന്നത്. പലയിടത്തും നമ്മൾ നിർത്തി. 30-35 മണിക്കൂർ. 35 മണിക്കൂർ. 35 മണിക്കൂർ. ഡാമിന്റെ ഒക്കെ വീഡിയോ എടുത്തു. ഇത്തവണ നമുക്ക് ഡാമിന്റെ അവിടെ നിർത്തി വീഡിയോ എടുക്കണം കേട്ടോ. ഇത്തവണ ഞങ്ങൾ ഏതായാലും ആ ഡാം ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അതെ, പകലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരിയും കൂടെ ഒന്ന് ഉത്സാഹത്തോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു കാര്യം, അത് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഇനിയിപ്പോൾ ലോഡായിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങി നേരെ ഒറ്റ വിടിയിലാണ്, നേരെ ഒറ്റ വിടിയില്ല, നേരെ സൂറത്ത് നമ്മുടെ പാർക്ക് പൾസന്ന പാർക്കിങ്ങിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് ഫുഡ് വെച്ചിട്ട് പോകും. ബില്ല് മേടിക്കണം, അത് കിട്ടൂടാ, അത് അയച്ചു തന്നുള്ളൂ. അവനെ വിളിച്ചാൽ മതി. അവിടെ ചെന്ന ഫുഡും വെച്ച് കുളിച്ച് തുണി കുറച്ച് അലക്കാനുണ്ട്, അതെല്ലാം അലക്കി ഇല്ല ഇവിടെ അല്ല, പൾസന്ന സൂറത്തില്. വിളിക്കാം നമുക്കൊന്നും. അപ്പോൾ അതും ചെയ്ത് ഞങ്ങൾ പതുക്കെ പിന്നെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നില്ല. ചായയോ ഭക്ഷണമോ എല്ലാം കഴിക്കാൻ വേണ്ടിയുള്ള നിർത്തിച്ചില മാത്രമേ ഉള്ളൂ. പിന്നെ ത്രൂ ഔട്ട് പോക്കായിരിക്കും. തിരുപ്പൂരെത്താതെ നമ്മൾ വണ്ടി നിർത്തിയല്ലോ. ഇടയ്ക്ക് RTO ഒക്കെ ഉണ്ട്, അവിടെ നിർത്തണം. അയ്യോ അവിടെ നിർത്തണം, കുഴപ്പമില്ലായിരുന്നു. പുറകെ അമ്മമാർ വരികയല്ലായിരുന്നു. പരമാവധി ഞങ്ങൾ നിർത്താൻ പോകും കേട്ടോ. നമ്മൾ കൊടുക്കില്ല, കൊടുക്കാതിരിക്കാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പം അതിനെ കൊടുത്തൊന്നുമില്ല, പൈസ എല്ലാം തീർന്നു. ഇനിയിപ്പം അങ്ങോട്ട് പോകാനുള്ള പൈസ അവിടുന്ന് ഇട്ട് തരണം, എന്നാലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഞങ്ങളുടെ ലോഡ് എടുത്തു കഴിഞ്ഞാലുള്ള വീഡിയോ കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. അപ്പം എന്നാൽ ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് ഏതായാലും നിർത്തി ഇനി എഡിറ്റ് ചെയ്ത് കയറ്റുവാണ്. ഇനിയിപ്പം നാളത്തെ വീഡിയോയിൽ ഇനി ഇവിടുന്ന് ലോഡ് എടുത്ത് ഇറങ്ങി വരുന്നതെല്ലാം കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് മാത്രമേ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന വലിയൊരു ഉപകാരമായിരിക്കും.